എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ശബരിമലമേട്ടിൽ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. മകരവിളക്ക് കണ്ട് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ സായുജ്യരായി മലയിറങ്ങി തുടങ്ങിയിരിക്കുന്നു. ഒരു മകരവിളക്ക് മണ്ഡലകാല മകരവിളക്ക് മഹോത്സവത്തിന് കൂടി അങ്ങനെ പരിസമാപ്തി കുറിക്കുമ്പോൾ ഇങ്ങ് ഉത്തരഭാരതത്തിൽ ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ശ്രീരാമന്റെ മടങ്ങിവരവിനായി അതല്ലെങ്കിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്കായുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. സബ്കാ റാം എന്നാണ് നാം വിശേഷിപ്പിക്കുന്നത്. ശ്രീരാമൻ എല്ലാവരുടേതുമാണ്. ഭാരതത്തിന്റെ മര്യാദാ പുരുഷോത്തമനാണ്. അതിനാൽ ശ്രീരാമന്റെ അയോധ്യയിലേക്കുള്ള ഈ ഒരു മടങ്ങിവരവ് ദേശീയ ഉത്സവം എന്ന നിലയിലാണ് ഭാരതമെമ്പാടും ആചരിക്കുന്നത്. ഇന്ന് അയോധ്യയിൽ നിന്നാണ് ജനം ഡിബേറ്റ് ആരംഭിക്കുന്നത്. കേരളത്തിലെ വിവിധ സ്റ്റുഡിയോകളിൽ എനിക്കൊപ്പം അതിഥികളും ചേരുന്നുണ്ട്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുതിർന്ന പ്രചാരകവും പ്രജ്ഞാപ്രവാഹിന്റെ ദേശീയ സംയോജകമായ ജയ നന്ദകുമാർ, സാമൂഹിക നിരീക്ഷകനായ വിദ്യാസാഗർ ഗുരുമൂർത്തി, രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി, മാധ്യമപ്രവർത്തകൻ അബ്ദുള്ള, അതോടൊപ്പം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് VR അനൂപ് എന്നിവരാണ് ഈ ഒരു ചർച്ചയിൽ എനിക്കൊപ്പം ചേരുന്നത്. ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ജനത്തിന്റെ ഈ പ്രത്യേക ചർച്ചാ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ ശ്രീ ഫക്രുദ്ദീൻ അലി, താങ്കൾ എങ്ങനെയാണ് അയോധ്യയിലെ ഈ രാമക്ഷേത്ര നിർമ്മാണത്തെ, പ്രത്യേകിച്ച് 22 നടക്കുന്ന ഈ പ്രാണപ്രതിഷ്ഠയെ നോക്കിക്കാണുന്നത്? ഇതിനെ ഒരു ദേശീയ ഉത്സവം എന്ന നിലയിൽ, ഒരു ക്ഷേത്രം എന്നതിലുപരി ഭാരതത്തിന്റെ ഒരു ദേശീയ പൈതൃകമായി അയോധ്യയിലെ രാമക്ഷേത്രത്തെ അങ്ങ് നോക്കിക്കാണുന്നുണ്ടോ? ശ്രീ ഫക്രുദ്ദീൻ അലി, താങ്കൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അതായത് 22 നടക്കുന്ന ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു ക്ഷേത്രം എന്നതിലുപരി ഒരു ദേശീയ സ്മാരകം അയോധ്യയിൽ ഉയരുന്നു എന്ന ദിശയിലാണോ താങ്കൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ശ്രീ ഫക്രുദ്ദീൻ അലി, ഇത് നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഇത് നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയി നോക്കിക്കാണുമ്പോൾ ഒരു ദേശീയമായ എന്താ പറയുക പൈതൃകത്തിന്റെ ഒരു ശക്തമായിട്ടുള്ള റീപ്രസെന്റേഷനായിട്ട് നമുക്ക് ഭാവിയിൽ ഇതിനെ നോക്കിക്കാണാൻ പറ്റും. അറ്റ് പ്രസന്റ് ഇതിനെ കാണുന്ന എനിക്ക് തോന്നുന്നു ഹിന്ദുസിൽ അബൌട്ട് ഒരു എന്താ പറയുക നമുക്കൊരു 85% ആളുകൾ ഇതിനെ കാണുന്നത് ഒരു ദേശീയോത്സവം തന്നെ ആയിട്ടാണ്. അത് കേരളത്തിൽ മാത്രമായിരിക്കില്ല, തമിഴ്നാട്ടിലും കേരളത്തിൽ മാത്രമായിരിക്കും ആ രീതിയിൽ പെർസെപ്ഷൻ ഹിന്ദുസിനിടയിൽ ഇല്ലാത്തത്. അല്ലെങ്കിൽ വലിയൊരു വിഭാഗം ഹിന്ദുസ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് വെച്ച് പുലർത്തുന്നത്. അതുപോലെ ഈ പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ വെരി മച്ച് ഒരു നാഷണൽ ആയിട്ടുള്ള ഒരു ഒക്കേഷനായിട്ടാണ് ഇതിനെ കാണുന്നത്. അത് നാഷണൽ എന്ന് വെച്ചാൽ ഒരു ഹിന്ദു വിശ്വാസത്തിൻ്റെ ആണിക്കല്ലായ പിന്നെ ഒരു ദൈവസങ്കല്പമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ഷേത്രം. സ്വാഭാവികമായിട്ടും ഹിന്ദു ദേശീയത നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് കാണുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് അവിടെ മുമ്പ് ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി നിയമവിധേയമായിട്ടല്ല അവിടെ നിന്ന് ഇല്ലാതായത്, അതിന് പിന്നെ പള്ളി തകർക്കപ്പെട്ട. പക്ഷേ ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് നിയമവിധേയമായിട്ടാണ്, കോടതിയുടെ ഇടപെടലോട് കൂടിയിട്ടാണ്. അപ്പം മുസ്ലിംസിനിടയിൽ ഇപ്പോഴും അതിലൊരു അപ്രിഹെൻഷൻ വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. അവർ ബേസിക്കലി അതൊരു ഹിന്ദു സെലിബ്രേഷൻ ആയിട്ടാണ് ഇപ്പം കാണുന്നത്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഈ ഒരു എന്താണ് പറയുക ഈ ഒരു തള്ളിച്ച കുറച്ച് കഴിയുമ്പോൾ നിൽക്കുകയും അത് കഴിയുമ്പോഴേക്കും അയോധ്യ എന്നുള്ളത് ഒരു ദേശീയ പൈതൃകത്തിൻ്റെ ഈ ടെമ്പിൾ ദേശീയ പൈതൃകത്തിൻ്റെ ഒരു ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു മാതൃകയായി എല്ലാ ഇന്ത്യക്കാരും ലോകം മുഴുവൻ കൊണ്ടാടുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ സത്യസന്ധമായി പറഞ്ഞാൽ ഇതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു നിജസ്ഥിതി എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ ഫക്രുദ്ദീൻ അലി, ഒരു ചോദ്യം കൂടി. അതായത് അങ്ങ് തന്നെ സൂചിപ്പിച്ചു, ഇതൊരു ദേശീയ ഉത്സവമായി ഹിന്ദുക്കൾ മാത്രമല്ല ഭാരതത്തിന്റെ നാനാഭാഗത്തുള്ള വിവിധ മതവിഭാഗങ്ങൾ ആ രീതിയിൽ ഇതിനെ നോക്കിക്കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴും കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ ഉയരുന്ന ചില വിമർശനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ അയോധ്യയിലെ അക്ഷതം സ്വീകരിച്ചു എന്നതുകൊണ്ട് KS ചിത്രയ്ക്കെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയാണ്. ഞാനൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നതാണ്. അത്തരം വിമർശനങ്ങളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് തികച്ചും അസഹിഷ്ണുതയാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ അവിടെ ഉണ്ടായിരുന്ന ബാബറി മസ്ജിദ് പള്ളി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണേൽ തർക്കം വന്നില്ല എന്ന് പറയാം, അത് ഇറ്റ്സ് അപ് ടു പീപ്പിൾ. അപ്പം അത് തകർക്കപ്പെട്ടത് സ്വാഭാവികമായിട്ടും ഒരു നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണ്.
കാരണം അത് എന്താണ് ലോ അബൈഡിങ് സിറ്റിസൺ അത് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ അതിനുശേഷം അവിടെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് ഇവിടെ റൂൾ ഓഫ് ലോ നിയമവാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്നത് പോലെ ഉള്ള ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പങ്കെടുക്കാതിരിക്കാം. കേരളത്തെ സംബന്ധിച്ചുള്ള മഹാഭൂരിപക്ഷം ആളുകൾ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് അതിനെ കാണുന്നു. ആ രീതിയിൽ അതിന്റെ ചരിത്രപരമായിട്ടുള്ള ഈ ഒരു സംഭവത്തിന്റെ ഒരു ഡെവലപ്മെന്റ് പോലും വളരെ കൃത്യമായിട്ട് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. അത് കാണുന്നത് വ്യത്യസ്തമായ ഒരു രീതിയിലാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങൾ സ്വീകരിക്കേണ്ട, പക്ഷെ മറ്റുള്ളവർ സ്വീകരിക്കുന്ന അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ആ വ്യക്തി സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങളാരാ? ഒന്നാമത്തെ റൂൾ ഓഫ് ലോ അനുസരിച്ചാണ് ക്ഷേത്രം ഉണ്ടാക്കപ്പെടുന്നത്. ആ ക്ഷേത്രം ഉണ്ടാക്കുക അവിടെ ആരെയും പങ്കെടുക്കുന്നതിന് വേണ്ടാന്ന് പറയാൻ നിങ്ങളാരാ? അപ്പൊ നിങ്ങൾ റൂൾ ഓഫ് ലോയെ ബഹുമാനിക്കുന്നില്ലേ? രണ്ട്, വ്യക്തി സ്വാതന്ത്ര്യമല്ലേ? ഒരാൾക്ക് തട്ടമിടാനും ഇടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഒരാൾക്ക് പൊട്ട് തൊടാനും തൊടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം. അതുപോലെ ചിത്രയുടെ സ്വാതന്ത്ര്യമല്ലേ അവര് പിന്നെ അവിടെ പങ്കെടുക്കുക, പിന്നെ ഇത് സ്വീകരിക്കണമോ വേണ്ടോ എന്നുള്ളത്. ഒന്ന് മാത്രമല്ല, അവർ നല്ല ഹിന്ദുമത വിശ്വാസി കൂടിയല്ലേ. അല്ലാതെ അവരെ ഏതെങ്കിലും ഈ പറയുന്ന നിരീശ്വരവാദി വിശ്വസിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ മൈനോറിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിയോ അതിനൊന്നും വക്താവ്, അത് നല്ലൊരു വിശ്വാസിയായ ഹിന്ദുവാണ്. അപ്പൊ അവർക്ക് പോലും ഈ അവരുടെ എനിക്ക് ഉറപ്പാണ് അവരുടെ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് രാമൻ. അപ്പോൾ അവർക്ക് അയോധ്യയിൽ ഈ ക്ഷേത്രം നിയമവിധേയമായി ഈ ക്ഷേത്രം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഏതെങ്കിലും രീതിയിൽ അവർ ഇൻഡയറക്റ്റ്ലി അവർ പങ്കെടുക്കുക, അവരെ പോലല്ല മറ്റാരെങ്കിലും പങ്കെടുക്കുന്നതിന് അതിനെ വിമർശിക്കാൻ നമ്മളാരാണ്? അവരെ അറ്റാക്ക് ചെയ്യാൻ നമ്മളാരാണ്? അത് അവര് വ്യക്തി സ്വാതന്ത്ര്യമല്ലേ? ഇതെന്താ ഫാസിസ്റ്റ് ജർമ്മനിയാണോ? യെസ്, അങ്ങയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ സാമൂഹിക നിരീക്ഷകനായിട്ടുള്ള വിദ്യാസാഗർ ഗുരുമൂർത്തി കൂടി ഈ ഒരു ചർച്ചയിൽ ചേരുന്നുണ്ട്. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, അങ്ങേക്കറിയാം ഒരു 500 വർഷത്തെ ഹൈന്ദവ സമൂഹത്തിന്റെ വലിയ കാത്തിരിപ്പിനൊടുവിൽ അതിനിടയ്ക്ക് നിയമ പോരാട്ടങ്ങൾ, ഏതാണ്ട് 134 വർഷം നീണ്ടുനിന്ന സ്വതന്ത്രാനന്തര ഭാരതം മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത അത്രത്തോളം ദൈർഘ്യമേറിയിട്ടുള്ള നിയമ പോരാട്ടം, അതോടൊപ്പം തന്നെ സാമുദായിക സംഘർഷങ്ങൾ, കലാപങ്ങൾ, യുദ്ധങ്ങൾ, ഇതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്രയും വലിയ ചരിത്രം നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണ് അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റം എന്നുള്ളത്. അങ്ങനെ ഒരു പുതുചരിത്രം ഇവിടെ പിറക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് അയോധ്യയിലാണ്. ഇവിടെ വലിയ ആഘോഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നു. അങ്ങനെ 22-ന് പ്രാണപ്രതിഷ്ഠയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഒരു സാമൂഹിക നിരീക്ഷകൻ എന്ന നിലയിൽ അങ്ങനെ എങ്ങനെയാണ് ഈ ക്ഷേത്രം ഉയരുന്ന ഈ ഒരു സംഭവ വികാസത്തെ നോക്കിക്കാണുന്നത്? നോക്കൂ, ഇവിടെ മറ്റു സമുദായങ്ങളെ വേദനിപ്പിക്കുകയല്ല ഹിന്ദുവിന്റെ ഉദ്ദേശ്യം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ മറ്റു സമുദായങ്ങൾക്ക്, അവരവരുടെ ദേശങ്ങളിൽ നിന്ന് അടിച്ചോടിക്കപ്പെട്ടവർക്ക്, വിവിധങ്ങളായ ആശയങ്ങളെ പേറുന്നവർക്ക്, വിവിധങ്ങളായ ആരാധനാ സമ്പ്രദായങ്ങളെ പേറുന്നവർക്കൊക്കെ നമ്മുടെ ജന്മഭൂമിയായ ഭാരതം ഒരു കാരണവശാലും അഭയം കൊടുക്കില്ലായിരുന്നു. എന്തിനേറെ പറയുന്നു, ജൂതന്മാർ ലോകം മുഴുവൻ അടിച്ചോടിപ്പിക്കപ്പെട്ടപ്പോഴും അവരെ സംരക്ഷിച്ച ഒരു ജനതയാണ് നമ്മുടെ ഭാരതത്തിലുള്ള ജനത. ഇതര സമ്പ്രദായങ്ങളോട് സഹവർത്തിത്വം എന്നത് നമ്മുടെ ഒരു ശീലമാണ്. അങ്ങനെയുള്ള നമുക്ക് രാമജന്മഭൂമി എന്ന് പറയുന്നത് ആരോടും പകവീട്ടലല്ല, മറിച്ച് നമ്മൾ 500 വർഷക്കാലം അപേക്ഷിക്കുകയും ആ അപേക്ഷയുടെ ഒടുവിൽ ഇത് യാതൊരു തരത്തിലും മുന്നോട്ട് പോവില്ല എന്ന് കണ്ട സമയത്താണ് അത് ഭക്തന്മാര് അവിടെ ഉണ്ടായിരുന്ന തർക്കമന്ദിരം, അവിടെ പ്രാർത്ഥന നടന്നിരുന്ന ഒരു പള്ളിയല്ല, അത് തർക്കമന്ദിരമായിരുന്നു, അത് പൊളിക്കുകയും, അപ്പോൾ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിവാദം, പള്ളി പൊളിച്ചുണ്ടാക്കിയ അമ്പലമാണ്, ആരാന്റെ സ്വത്ത് കയ്യേറിയ അമ്പലമാണ്, ഇത് രാമൻ പോലും പൊറുക്കുകയില്ല എന്നൊക്കെയാണ് പറയുന്നത്. എത്രത്തോളം തെറ്റായ ഒരു നാരറ്റീവാണ് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. സത്യത്തിൽ അവിടെ രാമജന്മഭൂമിയുടെ അവശിഷ്ടങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന ശ്രീരാമക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ, ദശാവതാരം കുത്തിവെച്ചിരിക്കുന്ന തൂണുകൾ, പിന്നെ പ്രണാളി, ഇതെല്ലാം വളരെ വ്യക്തമായി ഒരു ക്ഷേത്രം തകർത്ത് നിർമ്മിച്ച പള്ളിയാണത് എന്നത് വ്യക്തമാണ്. അത് തിരിച്ചു പിടിക്കുക മാത്രമാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ച് ഏതാണ്ട് ഈ ജനാധിപത്യ ഇന്ത്യ രൂപീകരിക്കപ്പെട്ട ശേഷം ഇത്രയും കാലം കോടതി വരാന്തയിലായിരുന്നു ശ്രീരാമചന്ദ്രന്റെ സ്ഥാനം. എന്ന് വെച്ചാൽ ശ്രീരാമചന്ദ്രന് തന്റെ ജന്മഭൂമിക്ക് വേണ്ടി മറ്റു വ്യക്തികളിലൂടെ പോരാടേണ്ടി വന്നു. അപ്പൊ ചിലര് ചോദിക്കും, ദൈവത്തിന് ഇങ്ങനെ കോടതി വരാന്തയിൽ കയറേണ്ട കാര്യമുണ്ടോ എന്ന്. അങ്ങനെ ചോദിച്ചാൽ ദൈവത്തിനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? എപ്പോഴെപ്പോഴും 5 നേരം നമ്മൾ അയാളെ സ്തുതിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അയാൾ എന്താ ഒരു ഈഗോട്ടിസ്റ്റ് ആണോ? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾ വലിയ ആളാണ്, നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ആള് എന്ന് പറയേണ്ട കാര്യം എന്താണ്? അപ്പൊ എല്ലാത്തിനും യുക്തി ഉപയോഗിക്കാത്ത ആളുകൾ ഇതിന് മാത്രം യുക്തി ഉപയോഗിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ സാങ്കത്യം,
ശ്രീരാമചന്ദ്രസ്വാമി ഈശ്വരന്റെ മനുഷ്യഭാവമാണ്. മനുഷ്യനുള്ള എല്ലാ വികാരങ്ങളുടെയും കടന്നുപോയിട്ടുള്ള മനുഷ്യൻ, ഒരു ധർമ്മിഷ്ഠനായ മനുഷ്യൻ എന്തൊക്കെ വൈതരണികളുടെ, എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും എന്നത് ശരിക്ക് കാണിച്ചു തന്ന ഒരു വലിയ ശക്തിയാണ്. അപ്പൊ ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ക്ഷേത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലി തിരിച്ചു കിട്ടുക എന്നുള്ളത് അവിടുത്തെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഭക്തന്മാരുടെ അവകാശമാണ്. ഇങ്ങനെ പലയിടത്തും ഉണ്ട്. ഈ കയ്യേറ്റ മതക്കാർക്ക് അവർ കയ്യേറിക്കൊണ്ടിരുന്നതൊക്കെ മറന്നിട്ടാണ് മറ്റുള്ളവരുടെ കയ്യേറ്റത്തെ പറയുന്നത്. ഇപ്പം ഈ ഇസ്ലാം മതത്തിൽ തന്നെ മക്കയിലെ പള്ളി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പള്ളി ആയിരുന്നില്ലല്ലോ. 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന പൂർവികരായിട്ടുള്ള വിഗ്രഹാരാധകരുടെ ക്ഷേത്രമായിരുന്നുവല്ലോ അതും. അതടക്കം പൊളിച്ചിട്ടാണ് അവിടെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പള്ളി നിലകൊള്ളുന്നത്. അപ്പൊ മറ്റുള്ളവരെ ഇങ്ങനെ വിരൽ ചൂണ്ടുമ്പോൾ മൂന്ന് നാല് വിരൽ താന്താങ്ങൾക്കെതിരെ ചൂണ്ടപ്പെടുന്ന കാര്യം ഒരു മറന്നു പോവുകയാണ്. മറ്റുള്ളവരുടെ ആരാധന രീതികളെ പുച്ഛിച്ചും അപഹസിച്ചും അവരുടെ വിഗ്രഹങ്ങളൊക്കെ അടിച്ചുടയ്ക്കണമെന്ന് പറഞ്ഞും നടന്നിരുന്ന ആൾക്കാരാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങളുടെ പള്ളി പൊളിച്ചിട്ട് ക്ഷേത്രം പണിതേ എന്ന് കരയുന്നത്. അപ്പോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7-ാം നൂറ്റാണ്ടിന്റെ പകുതി മുതൽ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഭാരതത്തിൽ ഉടനീളം കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഏതാണ്ട് 48,000 ക്ഷേത്രങ്ങൾ പല മുസ്ലിം രാജാക്കന്മാരാലും ഇൻവേഡേഴ്സാലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പോർച്ചുഗീസ് പടയാലും ഒക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞാൽ വലിയ ക്ലേശമാണ്. നമ്മൾ ആകെ പറയുന്നത് കാശി, മധുര, അയോധ്യ എന്നീ 3 പ്രധാനപ്പെട്ട ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾക്ക് മേലെ ഉയർത്തിയ തർക്കമന്ദിരങ്ങൾ നീക്കം ചെയ്യണമെന്നാണ്. ഈ ഭാരതത്തിൽ എവിടെയും ഒരു മുസ്ലിം പള്ളി പണിയുന്നതിനോ ഒരു ക്രിസ്ത്യൻ പള്ളി പണിയുന്നതിനോ യാതൊരു വിരോധവുമില്ല. അതെന്തിനാണ് ക്ഷേത്രങ്ങളുടെ മേലെ കൊണ്ടുവെക്കുന്നത്? സോ അത് ബേസിക്കലി ഒരു മതസിദ്ധാന്തമാണ്. ഐക്കണോക്ലാസം, വിഗ്രഹഭഞ്ജനം. അതായത് വിഗ്രഹാരാധനയ്ക്ക് മേലെ ഏകദൈവത്തിന്റെ ആളുകള് അധീശത്വം സ്ഥാപിക്കുന്ന ഒരു സിംബോളിക് ആക്ടിവിറ്റിയാണ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ മേലെ തന്നെ പള്ളികൾ കൊണ്ട് പണിയുന്നത്. അപ്പൊ അത് നടക്കില്ല. ആരെങ്കിലും സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവരുണ്ടെങ്കിൽ അവർക്കൊരു വലിയ സന്ദേശമാണിത്. മാത്രവുമല്ല, എല്ലാവർക്കും ആരാധിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ആരാധിക്കാം, ഹിന്ദുക്കൾ അവരുടെ രീതിയിൽ ആരാധിക്കട്ടെ. ഇതിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നൊക്കെ ചോദിച്ചാൽ ആ തർക്കം എവിടെയും നിൽക്കില്ല. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന തർക്കമാണ്. അതുകൊണ്ട് ഈ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ജന്മഭൂമിയിൽ നമ്മൾ ശ്രീരാമചന്ദ്രസ്വാമിയെയും ലക്ഷ്മണനെയും ഭരതനെയും സീതാദേവിയെയും ശത്രുഘ്നെയും ഹനുമാൻ സ്വാമിയൊക്കെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നമ്മുടെ പഴയ ഇതിഹാസത്തിലുള്ള നമ്മുടെ ആരാധനാമൂർത്തികളെ അവരുടെ സ്വന്തം ഇരിപ്പിടത്തിൽ, സ്വന്തം രാജധാനിയിൽ, സ്വന്തം സിംഹാസനത്തിൽ ഇരുത്തുന്ന ഒരു ചാരിതാർത്ഥ്യമാണ് ഓരോ ഹിന്ദുവിനും ഉള്ളത്. വിദ്യാസാഗർ ഗുരുമൂർത്തി, അങ്ങയിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് BR അനൂപ് കൂടി ചേരുന്നുണ്ട്. ശ്രീ BR അനൂപ്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ അയോധ്യ വിഷയത്തിലും വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്. ഇന്നിപ്പോൾ ഉത്തർപ്രദേശിലെ PCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അയോധ്യയിലെത്തുന്നു, രാമക്ഷേത്രം സന്ദർശിക്കുന്നു. മധ്യപ്രദേശിൽ കമൽനാഥിനെ പോലുള്ള നേതാക്കൾ രാമൻ എല്ലാവരുടേതുമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. കർണാടകയിൽ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറിനെ പോലുള്ളവർ മുഴുവൻ ഭാരതീയരും ഹിന്ദുക്കളാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. അതേസമയം തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെ എതിർക്കുകയാണ്. ശരിക്കും കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിന് നിലപാടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്ത് നിലപാടാണ്? ആദ്യം തന്നെ അങ്ങനെ ഞാൻ തിരുത്തുകയാണ്. കോൺഗ്രസിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കൺഫ്യൂഷനുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് അതിന്റെ അന്തിമമായ നിലപാട് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ നിലപാട് വളരെ വ്യക്തമാണ്. കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കാൻ പോകുന്ന പ്രതിഷ്ഠാകർമ്മം എന്ന് പറയുന്നത് BJPയുടെ രാഷ്ട്രീയ പ്രചരണ പരിപാടിയാണ്, അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള സന്ദേഹവും കോൺഗ്രസിനെ സംബന്ധിച്ചില്ല. അതിനു മുൻപ് ഞാനൊരു കാര്യം വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാട് വിശദീകരിച്ചു കഴിഞ്ഞല്ലോ. കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം വളരെ കൃത്യമായി ഒരാശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം വളരെ കൃത്യമായ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കാൻ പോകുന്ന പ്രതിഷ്ഠാകർമ്മം എന്ന് പറയുന്നത് BJPയുടെ സംഘപരിവാറിന്റെ രാഷ്ട്രീയ പ്രചരണ പരിപാടിയാണ്, അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. അതാണ് കോൺഗ്രസിന്റെ നിലപാട്. പിന്നെ എനിക്ക് ഇവിടെ സംഘപരിവാർ സഹയാത്രികനായ ഗുരുമൂർത്തി പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് വിയോജിക്കേണ്ടതുണ്ട്. അദ്ദേഹം ആദ്യമേ തന്നെ പറയുന്നത്
ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ എവിടെ നിന്നോ കടന്നു വന്നവരാണ്. ഗുരുമൂർത്തി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുള്ള ആളുകളാണ് എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള. സുഹൃത്തെ, അവരും ഇവിടെയുള്ള ആളുകളാണ്. ഗുരുമൂർത്തിക്കും അദ്ദേഹത്തിന്റെ പൂർവികരും ഇവിടെയുള്ള ആളുകളാണ് എന്നതിന് പോലെ തന്നെ ഇവിടുത്തെ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളൊന്നും എവിടെ നിന്നും കടന്നു വന്നതല്ല. അവർ അവരുടെ വിശ്വാസം സ്വീകരിച്ചു. അവരും ഈ രാജ്യത്തിന്റെ നിർമ്മിതിയിൽ ഈ രാജ്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള അതേ അവകാശങ്ങൾ ഒരു കുറവുമില്ലാതെ അനുഭവിക്കാൻ അർഹതയുള്ള വിഭാഗങ്ങളാണ്. നിങ്ങൾ ഇവിടെ ജൂതന്മാരെവിടുന്ന് വന്നവരാണ്? അല്ല, ജൂതരല്ല പറഞ്ഞത്, ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ കുറിച്ച് അവർ കടന്നു വന്നു. ജൂതന്മാർക്ക് അവകാശമില്ലേ? ജൂതന്മാരെ കുറിച്ചല്ലല്ലോ ഇവിടെ ചർച്ച. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ അതാണ് പറഞ്ഞത്. ജൂതന്മാർ വന്നതിനെ കുറിച്ചാണ് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത്. ക്രിസ്ത്യാനികൾ വന്നു എന്നല്ല പറഞ്ഞത്. ക്രിസ്ത്യാനികൾ വന്നവർ തന്നെയാണ്. പുറത്തുനിന്ന് സെന്റ് തോമസ് വന്നു അവർ തന്നെ പറയുന്നു. സെന്റ് തോമസ് വന്നിട്ടുണ്ടായിരിക്കും. അദ്ദേഹം മതം മാറ്റിയ ആളുകളാരാ? അതാ പറഞ്ഞത്. അപ്പൊ അവര് മതം മാറ്റിയവരാണ്. നമ്മളെ സംബന്ധിച്ച് ഓരോരുത്തരും അടിസ്ഥാനപരമായ ഹിന്ദുക്കളാണ്. അത്രയേ ഉള്ളൂ. അതിനെന്താണ് പ്രശ്നം? ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള അവകാശം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പു നൽകുന്നതാണ്. ഉണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അമ്പലത്തിന് മേലെ തന്നെ ഇവരുടെ ചിഹ്നങ്ങൾ വെക്കുന്നതിനെ പറ്റിയാണ്, രാജനൈതികതയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അല്ല സുഹൃത്തെ, അതിലേക്ക് ഞാൻ വരാം. ഞാൻ ഓരോന്നായി അതിനോട് താങ്കളോട് റിയാക്ട് ചെയ്യാം. ഞാൻ ഈ സംഘപരിവാറിന്റെ ജിഫയായ ഒരു ചാനലിൽ ഇരുന്ന് ഞാൻ സംസാരിക്കാൻ സംവാദത്തിൽ തയ്യാറാവുന്നത് തന്നെ നിങ്ങളെല്ലാവരും എന്നോട് യോജിക്കുമെന്ന് കരുതിയിട്ടല്ലോ. എനിക്ക് എന്റെ നിലപാടുകൾ എനിക്കിത് പറയുന്നു. തീർച്ചയായും ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറയുന്നത് ആദ്യം ഞാൻ ഉന്നയിച്ച കാര്യം, ഇവിടത്തെ ജനസമൂഹങ്ങളെ സംബന്ധിച്ച് ഇവിടെ വന്നു കയറിയ ആളുകളെന്നോ ഇവിടെ താമസിക്കുന്ന ആളുകളെന്നോ രണ്ട് വിഭാഗമില്ല. ഇവിടെ വ്യത്യസ്ത ജനസമൂഹങ്ങൾ വ്യത്യസ്ത വിശ്വാസങ്ങളുമായി ജീവിക്കുന്ന ഒരു ബഹുസ്വര സമൂഹമാണ് ഇന്ത്യ എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഇപ്പോൾ ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ രാമക്ഷേത്രം നിർമ്മിക്കാൻ നമുക്ക് ഇവിടെ അത് സംഭാവ്യമാക്കിയത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിന്യായമാണ് എന്നുള്ള കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും സംശയം ഉണ്ടാകാനിടയില്ലല്ലോ. അതേ വിധിന്യായത്തിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നില്ലേ, 1949 ഡിസംബർ 22 ഒരു കൂട്ടം ആളുകൾ അതിക്രമിച്ച് കയറി ഈ പറയുന്ന രാമവിഗ്രഹം സ്ഥാപിച്ചതിനെ കുറിച്ചും പിന്നീട് സംഭവിച്ചതിനെ കുറിച്ചൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. എന്നിട്ട് കോടതി എത്തിയ ഒരു സമവായ നിർദ്ദേശമാണ് ഈ പറയുന്ന രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ പോലും ഇവിടെ നടത്തിയ അതിക്രമം ഇല്ലാതാകുന്നില്ല. ഇങ്ങനെ അതിക്രമിച്ച് നേരത്തെ പറഞ്ഞ അനൂപ് ഒരു കാര്യം ശ്രീ അഡ്വക്കേറ്റ് അനൂപ് ഒരു കാര്യം തിരുത്താം. അനൂപ് ഒരു കാര്യം തിരുത്തുന്നു. അതായത് ഈ 1949 ഡിസംബർ 22 മുൻപും രാമാരാധന ഇവിടെ നടന്നിരുന്നു. അതിന് നിരവധി തെളിവുകളുണ്ട്. കോടതിയൊക്കെ അത് അംഗീകരിച്ചിട്ടുള്ളതാണ്. അല്ലാതെ ഈ ഡിസംബർ 49 മാത്രം രാമാരാധന തുടങ്ങിയ ഒരു സ്ഥലമല്ല അയോധ്യ, അല്ലെങ്കിൽ ആ ഒരു പ്രദേശം. കോടതി പോലും അത്തരം തെളിവുകളുടെ ആധികാരികത അംഗീകരിച്ചിട്ടില്ലല്ലോ. കോടതി ഒരു ഒത്തുതീർപ്പിലെത്തുകയായിരുന്നു. കോടതി ഒരിക്കലുമല്ല. ഞാൻ ഒരു കാര്യമുണ്ട്, ഞാൻ താങ്കൾ സംസാരിച്ചപ്പോൾ എനിക്ക് വിയോജിപ്പുള്ള ഒരുപാട് ഞാൻ അതിനോട് പ്രതികരിച്ചില്ല. അല്ലെങ്കിൽ താങ്കൾക്ക് ഇനി സംസാരിക്കണമെങ്കിൽ താങ്കൾ സംസാരിച്ചതിന് ശേഷം ഞാൻ സംസാരിക്കാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടപെടുമ്പോൾ കൃത്യമായ ആർക്കിയോളജിക്കൽ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. താങ്കൾ പറയുന്നത് സുപ്രീം കോടതി പറഞ്ഞ വിധി തെറ്റാണെന്നാണോ, അല്ലെങ്കിൽ രാമൻ അവിടെ ജന്മഭൂമി ഇല്ലെന്നാണോ പറയുന്നത്? മിസ്റ്റർ ഗുരുമൂർത്തി, സുപ്രീം കോടതി ഒരു വിധിന്യായം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനോ നിങ്ങളോ എനിക്കോ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായി കഴിഞ്ഞാൽ രാജ്യത്ത് നിയമമായി കഴിഞ്ഞു. അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ ആ സുപ്രീം കോടതി വിധിയിൽ പോലും വളരെ കൃത്യമായി പറയുന്നുണ്ട്. 1949 ഡിസംബർ 22 നടന്ന അതിക്രമത്തെ കുറിച്ച് സുപ്രീം കോടതി വിധിയിൽ പറയുന്നുണ്ട്. 1990കളിൽ നടന്ന പ്ലീസ് ഒന്നുകിൽ താങ്കൾക്ക് സംസാരിക്കാം, താങ്കൾ സംസാരിച്ചതിന് ശേഷം ഞാൻ വരാം. അല്ലെങ്കിൽ ഹിന്ദുക്കളെ സുപ്രീം കോടതി അനുവദിച്ചിട്ട് പോലും ക്ഷേത്രം പണിയാൻ സമ്മതിക്കില്ല എന്നുള്ള കോൺഗ്രസ് നിലപാടാണ് താങ്കൾ പറയുന്നത്. ഹിന്ദുക്കൾക്കിവിടെ ചരിത്രമായിട്ട് യാതൊന്നുമില്ല. നമ്മളെല്ലാം കയറി വന്നവരാണ് അല്ലെ? നമ്മൾ അതിക്രമിച്ച് കയറിയതാണ് രാമന്റെ ജന്മഭൂമിയിൽ അല്ലേ? താങ്കൾ പറഞ്ഞു കഴിഞ്ഞോ? അല്ലെ, എന്റെ ചോദ്യം ഇതാണ്, സുപ്രീം കോടതി വേർഡിക്റ്റ് താങ്കൾ അഡ്വക്കേറ്റ് ആണല്ലോ, മുഴുവൻ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ പൂർണ്ണമായും വളരെ വിദഗ്ധ സമിതികൾ കാലാകാലങ്ങളിൽ ആർക്കിയോളജിക്കൽ ദശാവതാരങ്ങൾ കൊത്തിയ ക്ഷേത്ര തൂണുകൾ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞോ? എനിക്ക് ചോദിക്കാൻ എന്റെ ചോദ്യം ഇതാണ്,
പണ്ടേ അവിടെ പ്രണാളി അടക്കം അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ പിന്നെ ഒരു വിഗ്രഹാരാധനയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളതിന്റെ മേലെ വെച്ച പള്ളിയാണെന്നാണ് നിസ്തർക്കമായിട്ട് തെളിയിച്ചിട്ടുള്ളത്. നമ്മുടെ കെ മുഹമ്മദ് അടക്കമുള്ള ആളുകൾ അത് വ്യക്തമായി ചരിത്ര തെളിവുകൾ അടിസ്ഥാനത്തിൽ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ പറയുന്നത് 49 ആരോ കയറിയിട്ട് അവിടെ രാമവിഗ്രഹം വെച്ചതാണെന്നാണ്. അത് എത്രത്തോളം വലിയൊരു അപമാനമാണ് ഈ സുപ്രീം കോടതി വേർഡിക്റ്റിനെതിരെയുള്ളത്. പറഞ്ഞു കഴിഞ്ഞോ? ഞാൻ പറഞ്ഞോട്ടെ. ശ്രീ വിദ്യാസാഗർ ഈ റവന്യൂ രേഖകളിൽ, ഫൈസാബാദിലെ റവന്യൂ രേഖകളിൽ ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത് ജന്മസ്ഥാൻ മസ്ജിദ് എന്നാണ്. അയോധ്യയിലെ റവന്യൂ മസ്ജിദ് എന്നാണ്. അതിലൂടെ തന്നെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടല്ലോ, രാമജന്മഭൂമിയാണ്. 1608 അയോധ്യ സന്ദർശിച്ച വില്യം ഫിഞ്ചിനെ പോലെയുള്ള വിദേശ ചരിത്രകാരന്മാർ അവരുടെ ഡയറികളിൽ എഴുതി കുറിച്ചിട്ടുള്ളത് ഇവിടെ രാമാരാധന വിദേശ ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ടും എനിക്ക് പറയാമോ? പറഞ്ഞോളൂ ശ്രീ അനൂപ്. ഒന്നുകിൽ അദ്ദേഹത്തോട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറയണം, അല്ലെങ്കിൽ എന്നെ പറയാൻ ആങ്കർ തീരുമാനിക്കണം. ഞാൻ തുടരണമെങ്കിൽ ചുരുങ്ങിയത് ഞാൻ പറയുന്ന സമയത്തെങ്കിലും മറ്റുള്ളവർ ഇടപെടരുത് എന്ന് താങ്കൾ ഉറപ്പാക്കണം. തുടരൂ പ്ലീസ്. ഓക്കെ, ഞാൻ പറയാം. ഇപ്പോൾ അദ്ദേഹം ഗുരുമൂർത്തി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അയോധ്യയിലേത് സ്വയംഭൂ വിഗ്രഹമാണ് എന്നാണ്. നമുക്ക് സ്വയംഭൂ വിഗ്രഹം, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു സ്വയംഭൂ വിഗ്രഹം എന്ന് പറയുന്നത്? വിഗ്രഹങ്ങളുടെ പ്രാധാന്യം നമുക്കറിയാമല്ലോ. ഇപ്പൊ ഗുരുവായൂരിലെ വിഗ്രഹം അത് ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ചതാണെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു. അവരെ സംബന്ധിച്ച് അത് അനാദികാലം മുതലേയുള്ള വിഗ്രഹമാണ്. ഗുരുവായൂർ അമ്പലത്തിൽ എത്ര പുനഃപ്രതിഷ്ഠ, എത്ര കർമ്മങ്ങൾ നടന്നാലും ഈ പറയുന്ന വിഗ്രഹത്തിന് ഒന്നും സംഭവിക്കുന്നില്ല. വിഗ്രഹം അനാദികാലം തൊട്ടേ വിശ്വാസികൾ ആരാധിച്ചു വരുന്ന വിഗ്രഹം അവിടെ തുടരുകയാണ്. ഇപ്പൊ തൃപ്രയാർ തന്നെ ശ്രീരാമസ്വാമി ക്ഷേത്രം, അവിടുത്തെ വിഗ്രഹം വിശ്വാസികൾ കാണുന്നത് അത് ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹമാണെന്നാണ്. ആ വിഗ്രഹത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഈ 1949 അവിടെ പ്രത്യക്ഷപ്പെട്ട സ്വയംഭൂ വിഗ്രഹമാണെങ്കിൽ ആ വിഗ്രഹമാണോ ഇപ്പോൾ അയോധ്യയിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നത്? ഇപ്പോൾ 3 വിഗ്രഹങ്ങൾ നറുക്കിട്ടെടുത്ത് ബാംഗ്ലൂരിൽ ഒരു ശില്പി സൃഷ്ടിച്ച വിഗ്രഹമല്ലേ അവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നത്? അപ്പോൾ സ്വയംഭൂ വിഗ്രഹം എന്ന് പറയുന്ന നിങ്ങളുടെ കേസ് നിങ്ങൾ തന്നെ പരാജയപ്പെടുത്തുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾക്കകത്ത് പ്രാഥമികമായും വിശ്വാസത്തിന്റെ തലത്തിൽ നിന്ന് തന്നെ വിശദീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നു ഒരു സ്വയംഭൂ വിഗ്രഹമാണെന്ന്, പക്ഷെ അവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്ന വിഗ്രഹം 1949 പ്രതിഷ്ഠിക്കപ്പെടുന്ന വിഗ്രഹമാണോ ഇവിടെ ഇപ്പോൾ പ്രതിഷ്ഠിക്കപ്പെടാൻ പോകുന്നത്? അത് വേറൊരു വിഗ്രഹം, പുതിയ ക്ഷേത്ര കമ്മിറ്റി കൂടി തീരുമാനിച്ച 3 വിഗ്രഹങ്ങളിൽ നിന്ന് വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ബാംഗ്ലൂരിലെ ശില്പി തെരഞ്ഞെടുത്ത വിഗ്രഹമാണ്. ഗുരുവായൂരിലെ പോലെ അല്ലെങ്കിൽ തൃപ്രയാറിലെ പോലെ അനാദികാലം തൊട്ടേ വിശ്വാസികൾ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വിഗ്രഹമേ അല്ലത്. ഞാൻ പറഞ്ഞത് സുപ്രീം കോടതി വിധി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ട്. പക്ഷെ അപ്പോൾ പോലും അവിടെ നടന്ന അതിക്രമം, 1949 ഡിസംബറിൽ നടന്ന അക്രമം, അതിനുശേഷം ബാബറി മസ്ജിദിന്റെ പൂർണ്ണമായ പൊളിച്ചുമാറ്റൽ 90കളിൽ നടന്ന, ഇതിനെയൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അതിക്രമിച്ച് കയറിയ ആളുകൾ, അതിക്രമിച്ച ആൾക്കൂട്ടം അതിനെ ആഘോഷമായി നടത്തുന്ന, അതിന്റെ രാഷ്ട്രീയ പ്രചരണ പരിപാടിയായി നടത്തുന്നതിനെയാണ് കോൺഗ്രസ് എതിർക്കുന്നത്. അന്ന് ഇതൊക്കെ പോകട്ടെ, നിങ്ങൾക്ക് കോൺഗ്രസിനെ കുറിച്ച് വിമർശിക്കാം, കോൺഗ്രസിനെ രാമവിരുദ്ധരാക്കാം, കോൺഗ്രസിനെ ദേശവിരുദ്ധരാക്കാം. അടൽ ബിഹാരി വാജ്പേയിയെ പോലെ സംഘപരിവാറിന്റെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് എന്താ? ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് നമുക്കറിയില്ല. അദ്ദേഹം പുറം ലോകത്തോട് പറഞ്ഞത് എന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ ദിവസം എന്നാണ്. അങ്ങനെ നടന്ന അതിക്രമത്തെ നമുക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഞാൻ പറയുന്നത് ഈ ശ്രീരാമൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്നത് പോലെ മര്യാദ പുരുഷോത്തമനായ രാമൻ എന്ന് പറയുന്നത് അന്യന്റെ ഭൂമിയിൽ കയറി അതിക്രമം ചെയ്തത് എടുത്ത് അദ്ദേഹം സന്തോഷത്തോടു കൂടി താമസിക്കുന്ന ഒരാളെ ആണോ നിങ്ങൾ ശ്രീരാമൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഇവിടെ ശ്രീരാമ ഈ പ്രതിഷ്ഠിക്കപ്പെടുന്ന രീതി ഇപ്പോൾ പോലും കോൺഗ്രസിന് മാത്രമേ ശ്രീ അനൂപ് അവിടെ 1528 ശ്രീ അനൂപ് അവിടെ 1528 ഒരു അതിക്രമം നടന്നില്ലേ? താങ്കൾ അതിനെപ്പറ്റി അത് വിട്ടുകളഞ്ഞിട്ട് താങ്കൾക്ക് ആവശ്യമുള്ളിടത്ത് നിന്നും ചരിത്രം ആരംഭിക്കാതെ
1528 അധിനിവേശ ശക്തികൾ അവിടെ കടന്നു വന്ന് ഒരു മഹാക്ഷേത്രം തകർത്തല്ലേ അവിടെ ഒരു തർക്കമന്ദിരം സ്ഥാപിക്കുന്നത്. പിന്നീട് അത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഒരു സമൂഹം നടത്തി. ശ്രീ അനൂപ്, അങ്ങ് ഈ 1528 നടന്നിട്ടുള്ള അക്രമ സംഭവത്തെ, ആ ഒരു അതിക്രമത്തെ അല്ലെങ്കിൽ അധിനിവേശ ശക്തികൾ അവിടെ ഉണ്ടായിരുന്ന, ശ്രീ അനൂപ്, ഞാൻ ചോദിച്ചത് 1528 കാലത്ത് അധിനിവേശ ശക്തികൾ അയോധ്യയിൽ നടത്തിയിട്ടുള്ള അക്രമത്തെ പറ്റി, അവിടെ ഉണ്ടായിരുന്ന മഹാക്ഷേത്രം തകർത്തതിനെ പറ്റി സൂചിപ്പിക്കാതെ അങ്ങ് എങ്ങനെയാണ് ഈ 1992 കാർസേവകർ ആ തർക്കമന്ദിരം നീക്കം ചെയ്തതിനെ പറ്റി മാത്രം സംസാരിക്കുന്നത്? ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു? ഞാൻ പറഞ്ഞതല്ലോ, AB വാജ്പേയിയെ പോലെ നിങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഈ പറയുന്ന സംഘപരിവാറിനെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് പോലും, അദ്ദേഹത്തിന് പോലും പുറം ലോകത്തോട് പറയേണ്ടി വന്നൊരു യാഥാർത്ഥ്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഓരോ ചരിത്രത്തെയും പുറകിലേക്ക് നോക്കി ഒരിക്കൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങിയാൽ ഈ രാജ്യത്തിന്റെ ചരിത്രം സംഘർഷങ്ങളിലേക്കല്ല ചെന്ന് അവസാനിക്കുക. 1949 ഞാൻ ചോദിക്കുന്ന ചോദ്യത്തോട് ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, അനൂപ് ഞാൻ തിരിച്ചെത്താം. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ചൂണ്ടിക്കാണിക്കുന്നത് 92 നടന്ന ആ സംഭവ വികാസത്തെ പറ്റി മാത്രമാണ്. 1528 16 17 നൂറ്റാണ്ടിൽ നടന്നുവെന്നും അവർ വിശദീകരിക്കുന്നേ ഇല്ല. എങ്ങനെയാണ് ഇതിന് മറുപടി നൽകുക? നോക്കൂ, ഇവിടെ ഇത് കോൺഗ്രസിന്റെ സ്ഥിരം പരിപാടിയല്ലേ. കോൺഗ്രസ് ഒരു ന്യൂനപക്ഷ പ്രീണന പാർട്ടിയാണ് അന്നും എന്നും. കോൺഗ്രസിന് ഒരിക്കലും അതിന്റെ ഒരു ഹിന്ദു ഐഡന്റിറ്റി ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല. ഹിന്ദുക്കളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ പോലും ഒരിക്കലും കോൺഗ്രസ് ന്യായമായി കണ്ടിട്ടില്ല. കോൺഗ്രസ് എപ്പോഴും ഇപ്പോൾ തന്നെ ഇദ്ദേഹം അനൂപ് സംസാരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം തീവ്ര വിഭാഗങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അദ്ദേഹം സംസാരിക്കുന്നതിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഇലക്ഷനിൽ തോറ്റുപോകരുത്, അതിനുവേണ്ടി ഇനിയിപ്പോ ആകെ കേരളവും കർണാടകയൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് നന്നായി കൊണ്ടുനടക്കണമെങ്കിൽ അവിടെയുള്ള അതിപ്രബലരായിട്ടുള്ള സാമ്പത്തിക ശേഷിയുള്ള സംഘടിതരായ ന്യൂനപക്ഷങ്ങൾക്ക് സ്തുതി ചെയ്തേ പറ്റൂ. അപ്പൊ അതിനെന്ത് പറയണം? ഞാൻ എപ്പോഴെങ്കിലും എന്റെ സ്പീച്ചിൽ സ്വയംഭൂ എന്നൊരു ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. സ്വയംഭൂ എന്നത് വേറെ. ഞാൻ പറഞ്ഞത് 49 അവിടെ രാമവിഗ്രഹം ഉണ്ടായിരുന്നത്. 1886 തന്നെ അവിടെ രാമവിഗ്രഹം ഉള്ളതിന്റെ ചരിത്ര സൂചനകൾ അന്നത്തെ തന്നെ ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള വ്യവഹാരങ്ങളിൽ വ്യക്തമായി രാമജന്മഭൂമി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ ചരിത്ര വസ്തുക്കളൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിശോധിച്ചാണ്. 1949 ആരോ കടന്നുകൊണ്ട് വെച്ച വിഗ്രഹം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ നിന്ദയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ സ്വയംഭൂ ആ ഒരു വിഗ്രഹം ഉണ്ടെന്നല്ല പറഞ്ഞത്. സ്വയംഭൂ എന്ന് പറയുന്നത് നമ്മൾക്ക് കണ്ണിന് കാണാത്ത, അല്ല നമുക്ക് അറിയാത്ത, നമ്മുടെ ഏതോ പ്രാചീന കാലത്ത് ഉണ്ടായിരുന്ന അർത്ഥത്തിലാണ് പലരും പറയുന്നത്. ഞാൻ ഇവിടെ സ്വയംഭൂ എന്ന ശബ്ദം ഉപയോഗിച്ചിട്ടേ ഇല്ല. ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ജന്മഭൂമി ഇന്ന സ്ഥലത്താണ്, സരയൂ നദിക്കരയിലാണെന്നുള്ള രാമായണത്തിലെ സൂചനകൾ പ്രകാരമാണല്ലോ ഹിന്ദുക്കൾ കാലാകാലങ്ങളായിട്ട് അവിടെ ഒരു പ്രാധാന്യം കൊടുത്തു. നമുക്കിവിടെ അതേ സാധനം നമുക്ക് മറ്റൊരിടത്ത് വേണ്ട. അയോധ്യ എന്ന് പറയുന്ന നഗരി അല്ലെങ്കിൽ നമ്മുടെ രാമന്റെ ജന്മഭൂമി എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. സീതാക്കി രസോയി, സീത ഉപയോഗിച്ച അടുക്കള, അങ്ങനെ ചരിത്രപരമായിട്ട് നമ്മുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുള്ള നമ്മുടെ വൈകാരികമായ ഒരു സ്ഥലമാണത്. അവിടെ തന്നെ ബാബർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിലുള്ള പള്ളി കൊണ്ടുവയ്ക്കുകയാണ് എന്ന് വെച്ചാൽ ഇത് കൃത്യമായിട്ട് ഇതിപ്പോ നിങ്ങൾ എവിടെ നോക്കിയാലും കാണാം. നിങ്ങൾ ഞാനിപ്പോ ഇദ്ദേഹം നേരത്തെ ശബരിമലയെ പറ്റി പറഞ്ഞല്ലോ. 1950 ശബരിമലയിൽ അന്നുണ്ടായിരുന്ന പഴയ അയ്യപ്പ വിഗ്രഹം 7 കഷണങ്ങളായി മഴുകൊണ്ട് വെട്ടി നുറുക്കുകയും ശബരിമലയ്ക്ക് തീ വെക്കുകയും ചെയ്തത് ആരാണെന്ന് കോൺഗ്രസിന് ഇന്ന് വരെ പറയാൻ പറ്റിയിട്ടുണ്ടോ? അന്നത്തെ DGP EMS സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് ഇപ്പോഴും ലഭ്യമാണ്. ആ റിപ്പോർട്ട് എന്തെങ്കിലും ഈ കോൺഗ്രസ് മാറി ഭരിക്കുന്ന ഈ കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? കൃത്യമായി ഹിന്ദുക്കളുടെ ആരാധനാ സമ്പ്രദായങ്ങളെ വെറുക്കുന്ന ചില വിഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. അവർ ചെയ്തതാണെന്ന കൃത്യമായ സൂചന കേശവമേനോന്റെ റിപ്പോർട്ടിലുണ്ട്. അയ്യപ്പന്റെ അമ്പലം പഴയ വിഗ്രഹമാണോ ഇപ്പോഴുള്ളത്? അല്ലല്ലോ, പുതിയത് ഉണ്ടാക്കി തന്നെയാണ്. തിരുവിതാംകൂറിലെ ചിത്തിരനാൾ രാജാവിന്റെ നേതൃത്വത്തിൽ ചെന്നിട്ട് ആ വിഗ്രഹത്തിന്റെ അളവെടുത്തിട്ട് പുതിയ വിഗ്രഹം ഉണ്ടാക്കിയതാണ്. അതാണ് ഇപ്പോൾ ഹിന്ദുക്കൾ വേർഷിപ്പ് ചെയ്യുന്ന ശബരിമലയിലെ അയ്യപ്പൻ. അതുപോലെ തന്നെ രാമന്റെ വിഗ്രഹവും രാമന്റെ ദശാവതാര രൂപങ്ങളുള്ള ക്ഷേത്രത്തിന്റെ തൂണുകളും മറ്റും നശിപ്പിച്ച് കളഞ്ഞിട്ട് അവിടെ യാതൊരു ഉളുപ്പുമില്ലാതെ അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് അതിന്റെ മേലെ ഒരു മുസ്ലിം പള്ളി ഉണ്ടാക്കുകയാണ് ചെയ്തത്. കേരളത്തിൽ അത് ക്രിസ്ത്യൻ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അയ്യപ്പന്റെ വിഗ്രഹത്തിന് തീ വെക്കുകയും ആ ക്ഷേത്രം നശിപ്പിക്കുകയും ചെയ്തതെന്ന്
കേശവ മേനോൻ റിപ്പോർട്ടിലുണ്ട്. ഇവിടുത്തെ വലിയ മതേതരന്മാര് ഹിന്ദുക്കൾക്ക് വന്ന ഏറ്റവും വലിയ ഈ വിഷമത്തെക്കുറിച്ച് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. കോൺഗ്രസ് പറയാൻ ധൈര്യപ്പെടുവോ? ക്രിസ്ത്യൻ വോട്ട് അങ്ങോട്ട് പോകും. അപ്പൊ ഇത് ഞാൻ പറയുന്നത്, ഇവര് ഈ കോൺഗ്രസിൽ നിന്ന് ഹിന്ദുക്കൾ ഒരു നീതി പ്രതീക്ഷിക്കുന്നില്ല. ഇനിയും കോൺഗ്രസിനെ ഒരു മതേതര പാർട്ടിയായി ചിന്തിക്കുന്ന വിഡ്ഢികളായ ഹിന്ദുക്കൾ ഉള്ളത് കേരളത്തിൽ മാത്രമാണ്. കേരളത്തിലും കർണാടകത്തിലും ചില ഭാഗത്ത് മാത്രമാണുള്ളത്. കാരണം ഇവര് വളരെ അപകടകരം. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു മുസ്ലിമിൽ ഇല്ലാത്ത അത്രയ്ക്കും ഹിന്ദു വിരുദ്ധത കോൺഗ്രസിന് കാലാകാലങ്ങളായിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കേരളത്തിൽ തന്നെ 1950 നടന്നിട്ടുള്ള ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിന് തീവെപ്പ്, ശബരിമല ആശൻ കേസ് റിപ്പോർട്ട് വായിച്ചു നോക്കൂ, ഇന്റർനെറ്റിലുണ്ട്. കൃത്യമായിട്ട് പറയുന്നു, മതവിരോധം കൊണ്ട് അയ്യപ്പന്റെ അമ്പലം കാട്ടിനുള്ളിൽ തീ വെച്ച് കളയുകയും നശിപ്പിക്കുകയും ചെയ്തത് 1950. ഇതൊന്നും ഇവിടെ ഒരുറ്റ രാഷ്ട്രീയക്കാരനും ചർച്ച ചെയ്യാറില്ല. കാരണം ഇവർക്കൊക്കെ ക്രിസ്ത്യൻ സംഘടിത വോട്ടിന് വേണ്ടിയിട്ട് നിലത്ത് കടന്ന് ഉരുളുകയാണ്. അപ്പൊ ഹിന്ദുക്കളുടെ പഴയ വിഗ്രഹമല്ല ഇപ്പോൾ ശബരിമലയിലുള്ളത്. അതുപോലെ തന്നെ ശബരിമലയിലെ പഴയ വിഗ്രഹത്തിന് കേടുപാടുകൾ വരികയോ അല്ലെങ്കിൽ അത് പൂജയ്ക്ക് അർഹമല്ലെന്ന് തന്ത്രിമാർ തീരുമാനിക്കുകയോ ചെയ്താൽ പുതിയ വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠിക്കുന്നതിൽ എന്താണ് തെറ്റ്? അത് ഹിന്ദുക്കളുടെ തന്ത്രശാസ്ത്രത്തിലുള്ള കാര്യമാണ്. അതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അത് ഇനി നരേന്ദ്രമോദി അവിടെ ആ ക്ഷേത്രത്തിൽ അവിടെ വന്നിട്ട് ഈ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നു, അതാണോ പ്രശ്നം? കോൺഗ്രസിന് ഒരിക്കലും തോന്നിയിട്ടില്ല രാമൻ ഒരു ഹിന്ദുക്കളുടെ ഹൃദയവികാരമാണെന്ന്. BJP അത് മനസ്സിലാക്കി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് തന്നെ കരുതുക. അപ്പോഴും അതിന്റെ ബെനിഫിഷ്യറീസ് ഇവിടുത്തെ ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കളാണ്. അപ്പൊ ഞങ്ങളത് സഹിച്ചു. ഇപ്പോ ഇനി ഉത്തരേന്ത്യയിലേക്ക് അടുത്ത കാലത്തേക്ക് ഒന്നും കോൺഗ്രസിന് പ്രവേശനം ഇല്ലാതാക്കുകയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയാം. ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്ന വിഡ്ഢികളാണ് അവര്. അയോധ്യയിലെ രാമന് 49 നിങ്ങൾ പറയുന്ന പോലെ ആരെങ്കിലും കടന്ന് അവിടെ വിഗ്രഹം വെച്ചു, ഒരു പള്ളിക്കകത്ത് വെച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്. ചരിത്രം പുറകോട്ടെടുക്കുക. 1886 മുതലുള്ള വ്യവഹാരങ്ങൾ അതിൽ കാണാം. 1717 വ്യവഹാരം കാണാം. അതൊക്കെ രാമജന്മഭൂമി അടയാളപ്പെടുത്തുന്ന ഭൂമി ഇതാണ്. ഈ ഭൂമിയിൽ അല്ലാതെ എവിടെയാണ് ഞങ്ങളുടെ രാമനെ പ്രതിഷ്ഠിക്കുക? നിങ്ങളും പറയും ഞങ്ങൾ ഹിന്ദുക്കളാണ്, കുറി തൊടുന്നവരാണ്, അമ്പലത്തിൽ പോകുന്നവരാണെന്ന്. സ്വന്തം വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രമാണം ഉള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ട അവിടെ വൈദേശിക ബാബറൊന്നും ഇന്ത്യക്കാരനൊന്നും അല്ല, അധിനിവേശക്കാർ തന്നെയാണ് അവരൊക്കെ ഇന്ത്യക്കാരാണെന്ന്, ഇവിടെ ജനിച്ചവരാണെന്ന്, അവർക്ക് രാമനേക്കാൾ ഇന്ത്യയിൽ അവകാശമുണ്ടെന്ന് പറഞ്ഞു വെക്കുന്ന കോൺഗ്രസിന്റെ നയത്തോട് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോ ഖിൽജി, ഗോറി തുടങ്ങിയിട്ടുള്ള എത്രയോ ഇസ്ലാമിക് ഇൻവേഡേഴ്സ് ഇവിടെ വന്നിട്ട് എന്താണ് കാട്ടിക്കൂട്ടിയിട്ടുള്ളത്? ആദ്യം അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നോക്കിക്കൊണ്ട് നിൽക്കണമെന്നാണ് കോൺഗ്രസ്. നിങ്ങൾക്ക് അത് ഞാനൊരു ഗാന്ധിയനല്ല, അത് ഞാൻ വ്യക്തിപരമായിട്ട് ഞാനൊരു ഗാന്ധിയനല്ല. അടൽ ബിഹാരി വാജ്പേയി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ തിരിച്ചും പറയുന്നു, മഹാരാഷ്ട്രയിലെ ശിവസേനയുടെ അന്നത്തെ തലവനായിട്ടുള്ള അദ്ദേഹം കൃത്യമായിട്ട് എന്തു പറഞ്ഞിട്ടുണ്ട്? ഞങ്ങൾ തന്നെയാണ് പൊളിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അഭിമാനമുള്ള ഏതൊരു അടൽ ബിഹാരി വാജ്പേയി അങ്ങനെ പറഞ്ഞുവെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ അതിനെപ്പറ്റി കൺസേൺഡ് അല്ല. എന്റെ രാമനെ ആ രാമന്റെ ജന്മഭൂമിയിൽ തന്നെ പ്രതിഷ്ഠിക്കേണ്ടത് എന്റെ പൂർവികരോട് ഞാൻ ചെയ്യേണ്ടുന്ന കടമയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. അതുപോലെ തന്നെയാണ് കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കൾ ഇന്ത്യയിലുള്ളത്. അപ്പൊ അവിടെ പോയിട്ട് ഇത് പഴയ വിഗ്രഹം അല്ല, ഇത് പുതിയതാണ്, ഇതിന് കൈ തിരിഞ്ഞിട്ടാണ്, ഇതൊന്നും കോൺഗ്രസിന്റെ കൺസേൺ അല്ല. കോൺഗ്രസ് ഒരു ന്യൂനപക്ഷ പ്രീണന പാർട്ടിയാണ് ഇന്ത്യയിലെമ്പാടും. അവരുടെ ജോലി ചെയ്യട്ടെ, BJP അവരുടെ ജോലി ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്താണ് വിഷമം? ശ്രീ വിദ്യാസാഗർ, അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ O അബ്ദുള്ള കൂടി മാധ്യമപ്രവർത്തകൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ O അബ്ദുള്ള, ഇവിടെ ഇക്ബാൽ അൻസാരി ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ, ഇക്ബാൽ അൻസാരി നമുക്കറിയാം, അദ്ദേഹം ബാബരി മസ്ജിദിന് വേണ്ടിയിട്ട് കോടതി കയറി ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ കേസിൽ മുസ്ലിം സൈഡിൽ കക്ഷി ചേർന്ന ഇക്ബാൽ അൻസാരി, അദ്ദേഹം കഴിഞ്ഞ 30-ാം തീയതി ഭാരതത്തിന്റെ പ്രധാന സേവകൻ അയോധ്യയിൽ എത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് പുഷ്പമെറിയുന്നു. ഒപ്പം തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പോകും എന്ന് പറയുന്നു. അദ്ദേഹം ഒരു ദേശീയ മുസ്ലിമാണ്, അതിന്റെ പ്രതീകമാണ് ഇക്ബാൽ അൻസാരി. അതോടൊപ്പം തന്നെ ഷബനാം ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും അയോധ്യയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീരാമന്റെ ഈ മണ്ണിലേക്ക് നടന്നെത്തുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ വലിയൊരു മാറ്റം, അല്ലെങ്കിൽ ശ്രീരാമനെ ഒരു ദേശീയ പുരുഷനായി കണ്ടുകൊണ്ട് മുഴുവൻ ജനങ്ങളുടെയും മര്യാദാ പുരുഷോത്തമനായി കണ്ടുകൊണ്ട് ആ രീതിയിലൊരു വലിയ മാറ്റം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ, കേരളം പോലെ ചില സംസ്ഥാനങ്ങളിൽ ഒരു വിഭാഗം മുസ്ലിം സംഘടനകളെങ്കിലും അയോധ്യയിലെ ഈ രാമക്ഷേത്ര നിർമ്മാണത്തെ എതിർക്കുന്നു. അതെന്തുകൊണ്ടാണ്? ശ്രീ O അബ്ദുള്ള.
ചോദ്യത്തിന്റെ ഫോക്കസ് എങ്ങട്ട ശ്രീരാമനെ ദേശീയ പുരുഷനായി അംഗീകരിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നോ, അയോധ്യയിൽ പള്ളി പൊളിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചത്, ആ ക്ഷേത്രം വീണ്ടും പുനർനിർമ്മിക്കുമ്പോൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയമായിരിക്കും ചർച്ച ചെയ്താണ് ഞാൻ വിചാരിച്ചത്. ശ്രീരാമൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ ഇതുപോലത്തെ ഈ ഹിന്ദു ഭൂരിഭാഗം ആരാധിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നതായ വ്യക്തിത്വങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിക കാഴ്ചപ്പാട് നമ്മൾ അവരെ ബഹുമാനിക്കേണ്ടതാണ്. അവരെ കുറ്റം പറയാനോ മോശപ്പെടുത്തി സംസാരിക്കാനോ പാടില്ല എന്നത് ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥ ഖുർആനിലുണ്ട്. വലാ തസുബുല്ലദീന ഒരു മിന്ദുനില്ലാഹി, നിങ്ങൾ അവർ എന്തിനെയൊക്കെ ആരാധിക്കുന്നുണ്ടോ അതിനെ പറ്റി മോശമായ ഒന്നും പറയരുത്, അതുകൊണ്ട് ദോഷങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ആ നിലക്ക് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മുതലായ സങ്കല്പങ്ങളെ, എന്നല്ലാതെ ഒരു വാക്ക് ശരിയായ ദൈവങ്ങൾ എന്നൊന്നും ഭയങ്കര പറയാൻ പറ്റില്ല, ആ സങ്കല്പങ്ങളെ ബഹുമാനിക്കുകയും അവരോട് വളരെ മര്യാദയോടുകൂടി പെരുമാറാൻ മുസ്ലിങ്ങൾ നിർബന്ധിക്കുക. അതുകൊണ്ട് താങ്കൾ പേരെടുത്ത് പറഞ്ഞ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള പല വിഡ്ഢികളും ലോകത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ അതൊക്കെ ഒരു മാതൃക. മുസ്ലിം സമുദായത്തിൽ നിന്ന് വേറെ തന്നെ എന്തെല്ലാം അബദ്ധങ്ങളും പൊട്ടത്തരങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് താങ്കൾ എന്നെ വിളിച്ചു നോക്കി, അബ്ദുള്ള താങ്കൾ ആ പൊട്ടനെ പിന്നാലെ പോകുന്നോ, അയാളെ മാനസിക ആസ്പത്രി പോകാന്നാണ് ഞാൻ പോയിട്ട് അതൊരു ചോദ്യമല്ലല്ലോ താങ്കൾ ചോദിക്കണ്ടേ? എത്ര എല്ലാ സമുദായത്തിലും ഇല്ലേ? ഓ അപ്പൊ അത് ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയേണ്ടതില്ല. ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മുതലായ ഹൈന്ദവ സങ്കല്പങ്ങളെ ബഹുമാനിക്കുക എന്നതും അവരെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആൾക്കാരോട് മാന്യമായി പെരുമാറുകയും ചെയ്യുക എന്നതാണ് കടുത്ത ഇസ്ലാമിസ്റ്റായ ഞാൻ പഠിച്ചതായ ഇസ്ലാം. അതിൽ യാതൊരു മോശം വരുത്താൻ പാടില്ല. കടുത്ത ഇസ്ലാമിസ്റ്റായ താങ്കൾ ഈ ക്ഷേത്ര നിർമ്മാണത്തെ അനുകൂലിക്കുന്നുണ്ടോ? അയോധ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? ഞാൻ ഈ സംഭവങ്ങൾ ഇങ്ങനെയെല്ലാം വികസിക്കുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി മാധ്യമപത്രത്തിൻ്റെ അസോസിയേറ്റ് എഡിറ്ററായിരിക്കെ ഞാൻ എഴുതിയ ആ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം, ആ ബാബരി മസ്ജിദ് നിൽക്കുന്ന ആ സ്ട്രക്ചർ നിൽക്കുന്ന സ്ഥലം അത് ഹിന്ദു ഭൂരിപക്ഷത്തിന് വിട്ടുകൊടുക്കേണ്ടതാണ്. പിന്നീട് ഞാൻ എൻ്റെ ലേഖനങ്ങൾ വല്ലാതെ ശ്രദ്ധിക്കപ്പെടുകയും വായിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പിന്നീട് ശക്തിക്ക് എന്നോട് അസൂയ തോന്നി, എന്നെ പുറത്താക്കണം പത്രത്തിൽ നിന്ന് എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു ന്യായം പറയാനുണ്ടായില്ല. ധാരാളം ആളുകൾ താങ്കൾ ലേഖനം വായിക്കുന്നു, അവരെല്ലാം അതിന് പിന്നിലുള്ളത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയിലേക്ക് വരികയാണെങ്കിൽ അവരെ ഉൾക്കൊള്ളാൻ ജമാഅത്തെ ഇസ്ലാമിൻ്റെ കാൻവാസ് ആയിട്ടില്ല, അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം. അതായത് താങ്കൾ നല്ലൊരു ഹോട്ടൽ നടത്തുന്നു, അവിടെ നല്ല ഭക്ഷണമാണുള്ളത്, ധാരാളം ആളുകൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നു, അതുകൊണ്ട് ഈ ഹോട്ടൽ പൂട്ടുക എന്ന് പറയുന്നത് വിഡ്ഢിത്തത്തിൻ്റെ ഒരു ഇരയാണ് ഞാൻ. അപ്പോൾ ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ നിൽക്കുന്ന ഈ സ്ഥലം ഇത് ക്ഷേത്രം അവർക്ക് വിട്ടുകൊടുക്കേണ്ടതാണ് ആ മുസ്ലിങ്ങൾക്ക്. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പുണ്യസ്ഥലമല്ല. മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് പ്രവാചകൻ്റെ മാതൃക പിൻപറ്റുക. അപ്പോൾ അങ്ങനെ അതിന് ഞാനത് ഉദാഹരണം പറഞ്ഞ ചരിത്രത്തിൽ ഹുദൈബിയ പാക്ട്, ഹുദൈബിയ സന്ധി എന്ന് പറയുന്നൊരു സന്ധിയുണ്ട്. ആ സന്ധിൻ്റെ വാചകങ്ങൾ കേട്ടാൽ ആരും സ്വീകരിക്കില്ല. അതായത് പ്രവാചകന്റെ എതിർപക്ഷം ഖുറൈശികൾ എന്ന് പറയും. ഖുറൈശികളിൽ നിന്ന് വല്ലവരും പ്രവാചകന്റെ പക്ഷത്തേക്ക് പുതുതായി മതം സ്വീകരിച്ച് പോയാൽ അവരെ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. അതേ അവസരത്തിൽ പ്രവാചകന്റെ പക്ഷത്തിൽ നിന്ന് വല്ലവരും ഖുറൈശി ശത്രുപക്ഷത്തേക്ക് പോയാൽ അവർ വിട്ടുകൊടുക്കാൻ പാടില്ല. പ്രവാചകൻ അത് അംഗീകരിച്ചു. അതിൽ പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുയായിയായ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഖത്താബ് ഫാറൂഖ് എന്ന് പറയും, അദ്ദേഹം അതിനെ എതിർത്തു. എന്താ ഈ അംഗീകരിക്കുന്നത്? പ്രവാചകൻ പറഞ്ഞ അനങ്ങിപ്പോവരുത്. അവരുടെ കൂട്ടത്തിൽ നിന്ന് വല്ലവരും പുതുതായി ഇസ്ലാം സ്വീകരിച്ച് ഇങ്ങോട്ട് വന്നാൽ നമ്മൾ അവരെ വിട്ടുകൊടുക്കും. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വല്ലവരും അങ്ങോട്ട് പോയാൽ അവരെടുത്തോളട്ടെയാണ്. കാരണം ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം. ആ അന്തരീക്ഷത്തിലാണ് നമുക്ക് ഇസ്ലാമിക പ്രബോധനം നടത്താൻ പറ്റുക. അങ്ങനെ ധാരാളക്കണക്കിൽ ആ സന്ധി ആ പാക്ട് എഴുതിക്കൊണ്ടിരുന്ന ആളുടെ മകൻ തന്നെ അപ്പോൾ ഇത് കഴിഞ്ഞതിന് മുമ്പ് ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാമിലേക്ക് വന്ന അയാൾ തിരിച്ചു കൊടുത്തു. പക്ഷെ അയാൾ അവിടെ തിരിച്ചു പോയിട്ട് 300 ചില്ലാനം ആളുകളെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്തു. ഇവിടെ ഈ ബാബരി മസ്ജിദ് മുതലായ ഇഷ്യൂകൾ, ഇത്തരം സെൻസിറ്റീവായ വിഷയങ്ങൾ ഇല്ലെങ്കിൽ, ശാന്തമായ ഒരു അന്തരീക്ഷമാണെങ്കിൽ ഇസ്ലാം ഇവിടെ പ്രത്യേകിച്ച് പ്രചരണങ്ങളോ മെഷീനറി പ്രവർത്തനങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ അത് ഉൾക്കൊള്ളുന്നതായ സമത്വത്തിൻ്റെയും സമഭാവനയുടെയും അതുപോലുള്ള തുല്യനീതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരും. അതിന് തടസ്സമാകുന്ന ഇത്തരത്തിലുള്ള ചർച്ചകൾ. അതുകൊണ്ടാണ് ഇസ്ലാമിക ശക്തികളല്ലേ അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം തകർത്തത്? ശ്രീ ഒ അബ്ദുള്ള, അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം തകർത്തത് ഇതേ ഇസ്ലാമിസ്റ്റുകളല്ലേ? ഇസ്ലാമിക ശക്തികൾ
അത് ക്ഷേത്രം തകർത്തു എന്നതിനൊന്നും തെളിവില്ല. സുപ്രീം കോടതി പോലും അത് അംഗീകരിച്ചിട്ടില്ല. താങ്കൾ വസ്തുതകൾ മനസ്സിലാക്കിയായിരിക്കല്ലോ എന്നോട് ചോദ്യം ചോദിക്കുക. അങ്ങനെ ഒരു അത് അവിടെ സ്ട്രക്ചർ തകർക്കപ്പെട്ടു എന്നല്ലാതെ അത് ബാബർ ആകെ ഇന്ത്യ ഭരിക്കുന്ന 4 വർഷം ഇല്ല. പറയും. അലഹബാദ് ഹൈക്കോടതി വിധി എന്താണ് ശ്രീ ഒ അബ്ദുള്ള പറയുന്നത്? താങ്കൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനല്ലേ? 2010 സെപ്റ്റംബർ 30 പുറത്തു വന്ന അലഹബാദ് ഹൈക്കോടതി വിധിയിൽ പറയുന്നില്ലേ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു, ക്ഷേത്രത്തിന് കോടതി വിധിയില്ലേ 2010? പിന്നീട് മുതിർന്ന മാധ്യമ പ്രവർത്തക പറഞ്ഞോളൂ. ആ സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ പറഞ്ഞത് ഹിന്ദുക്കൾക്ക് അവരതൊരു പുണ്യസ്ഥലമായി കരുതുന്നു, അവർക്ക് അവിടെ ആരാധിച്ച് പ്രാർത്ഥിച്ചേ തീരൂ, എങ്കിൽ അത് ഒരാൾക്ക് വിട്ടുകൊടുക്കണമെന്ന് നിലപാട് മുസ്ലിങ്ങൾ സ്വീകരിച്ചില്ല. മുസ്ലിങ്ങളിൽ അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുക എന്നത് മുസ്ലിങ്ങളിലെ രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് ആ പ്രശ്നം എങ്ങനെ ആയത്. ആദ്യം വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അതിൽ നിന്ന് മുതലെടുക്കാൻ കഴിയുമായിരുന്നില്ല. സംഘപരിവാർ വേറെ ശക്തിപ്പെടാനും അവർക്ക് ഒരുപാട് ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ചർച്ച ചെയ്യുന്ന 2024 ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ. അല്ലാതെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാത്ത പ്രശ്നമുണ്ടോ? അല്ലെങ്കിലും നിങ്ങൾക്ക് വിട്ടുന്നേരം നിങ്ങളും അല്ല പ്രാർത്ഥിക്കാനൊന്നും അങ്ങോട്ട് പോയിട്ടില്ല. ഞാനത് ലക്നൌവിലുള്ള ആളെ വിളിച്ച് ചോദിച്ചിരുന്നു. കെ മുഹമ്മദിനെ പോലുള്ള ആളുകൾ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ ഒരു പ്രശ്നം അങ്ങേയറ്റം വഷളാക്കിയത് ഇടതുപക്ഷമാണ്, അല്ലെങ്കിൽ CPIM ബുദ്ധിജീവികളാണ്. JNUവിലെയും ജാമിയ മിലിയയിലെയും ഒക്കെ കുറച്ച് അധ്യാപകരും പ്രൊഫസർമാരും ഒക്കെ ചേർന്നാണ് ഈ വിഷയം ആളിക്കത്തിച്ചത് എന്ന് സംബന്ധിച്ചുള്ള വിശദീകരണം KK മുഹമ്മദിനെ പോലെ MGS നാരായണനെ പോലെയൊക്കെയുള്ള ചരിത്രകാരന്മാരും ആർക്കിയോളജിസ്റ്റുകളും ഒക്കെ പല ഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങേക്ക് ആ അഭിപ്രായത്തോട് യോജിപ്പുണ്ടോ? അതായത് ഈ വിഷയം നേരത്തെ തന്നെ പരിഹരിക്കപ്പെടേണ്ടതായിരുന്നു, പക്ഷേ ഏതാണ്ട് 80കൾക്ക് ശേഷം ഇടതു ബുദ്ധിജീവികൾ ഇത് ഏറ്റെടുക്കുകയും വല്ലാതെ ഇതിനെ വഷളാക്കി എന്ന നിലപാടിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ ശ്രീ ഫക്രുദ്ദീൻ അലി? നമ്മളത് പല ഘട്ടത്തില് ചർച്ച ചെയ്തതാണ്. ഇപ്പം ഒരു നല്ല മുഹൂർത്തം നടക്കാൻ പോകുന്ന സമയത്ത് നല്ലൊരു മുഹൂർത്തം നടക്കാൻ പോകുമ്പോൾ ഈ പഴയ ഗണങ്ങളൊക്കെ കുത്തി പിന്നെയും എടുത്ത് പുറത്തേക്ക് ഇടേണ്ട ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഈ ബാബുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള 1-2 ഡിസ്കഷൻ എനിക്ക് പറയാനുള്ള പറഞ്ഞ് ഞാൻ ഒഴിവാക്കി കളഞ്ഞത്. കാരണം എനിക്ക് ഈ ഗണങ്ങളെ മൊത്തം കുത്തി ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്ക് താല്പര്യമില്ല. പണ്ടേ രാമജന്മഭൂമി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഞാൻ എടുത്ത നിലപാട് വളരെ കൃത്യമാണ്. അത് ഇവിടെ അധികം ആളും എന്താ പറയുക ഈ സൈഡിൽ നിൽക്കുന്ന ആരും എടുത്തിട്ടുമില്ല. അത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു നിയമം വായിച്ചും ഭരണഘടനയൊക്കെ ഉണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോടതി വിധിയെയും ക്ഷേത്ര നിർമ്മാണത്തെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നതും. അതിൽ കോൺഗ്രസ് പങ്കെടുക്കാതെ പോയത് മോശമായി പോയി, ചരിത്രപരമായ വിഡിത്തമാണ് എന്ന് പറയുന്നത്. മാത്രമല്ല അവിടെ മുമ്പ് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ള തെളിവുകൾ ആർക്കിയോളജിക്കൽ സർവേ നടത്തിയ 3 എക്സ്കവേഷനിലൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അത് തെളിയിക്കപ്പെട്ടതാണ്. അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷവും അതില്ല എന്നൊക്കെ പറയുന്നത് ഈ പറയുന്നതിന്റെ മാതിരി ഒരു പ്രശ്നം ഉണ്ടാക്കി അതിൽ കൽക്കുവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമമാണ്. നിങ്ങളിപ്പോൾ ഇതിനെ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷ ചരിത്രകാരന്മാർക്ക് ഈ തെളിവുകൾ ഇപ്പൊ ഞങ്ങൾ ഹിസ്റ്റോറിയൻസ്, ഞാൻ ഹിസ്റ്റോറിയൻ എന്ന് പറയുന്നില്ല, ഹിസ്റ്ററി സ്റ്റുഡൻസ്, ഹിസ്റ്റോറിയൻസ് ചരിത്രം എഴുതുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സാണ് ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള സോഴ്സസ്. അപ്പൊ ആർക്കിയോളജിയിൽ പുതിയ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇന്ത്യയിൽ തന്നെയുള്ള ആളുകളുടെ വ്യത്യസ്ത റേസസിനെ പറ്റിയുള്ള സ്റ്റഡീസ് വന്നിട്ടുണ്ട്. അത് പാലിയോ ജനറ്റിക് സ്റ്റഡീസ് ബേസ് ചെയ്തുകൊണ്ടാണ് ഏറ്റവും പുതിയ സ്റ്റഡീസ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഏൻഷ്യന്റ് ഹിസ്റ്ററിയിലെ ഇന്ത്യയെ പറ്റിയുള്ള പുതിയ നമ്മുടെ റൈറ്റിംഗ്സ് ഒക്കെ നടത്തുന്നത്. അതുപോലെ അയോധ്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ട് ആർക്കിയോളജിക്കലായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങളിൽ എത്തിക്കാവുന്നുള്ളൂ. അത് ഡിസ്കഷന് വിധേയമാവുകയാണെന്നു. അത് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും അംഗീകരിച്ചുകൊണ്ട്, നമുക്കെല്ലാം ഇഷ്ടമാണോന്നില്ല, പക്ഷെ നമ്മുടെ കൂറ് സത്യത്തോടും നീതിയോടും സമൂഹത്തിൽ സമാധാനം പുലരുന്നതിനോടും നമ്മുടെ ഭരണഘടനയോടും നമ്മുടെ രാജ്യത്തോടും ലോകത്തോടൊക്കെ ആയിരിക്കണം. അല്ലാതെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കരുത്. പക്ഷെ ആ രീതിയിൽ അത് പബ്ലിസൈസ് ചെയ്യുന്നതിൽ ഹിസ്റ്റോറിയൻസിന്, എസ്പെഷ്യലി ഈ ബാബറി മസ്ജിദ് സൈഡിൽ നിൽക്കുന്ന ഹിസ്റ്റോറിയൻസിന് ബീച്ച് നിന്ന് വന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മളത് മുമ്പ് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ ഇതിനെ കാണുന്നത് ഭരണഘടന ബേസ്ഡ് ആയിട്ടുണ്ട്, റൂൾ ഓഫ് ലോയും ബേസ്ഡ് ആയിട്ടുണ്ട് എന്നുകൊണ്ടാണ്. അന്ന് ക്ഷേത്രം ആ പള്ളി നിന്നിടത്ത് മുമ്പ് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. പക്ഷേ ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് കോടതി വ്യവഹാരങ്ങളെ ഒന്നിനി ജന്മസ്ഥാൻ മസ്ജിദ് അല്ലെങ്കിൽ പോപ്പുലർ വിവാഹത്തിൽ ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് അത് തർക്കം വന്നില്ല. ഇപ്പം മുഹമ്മദ് തന്നെ പറയുന്നത്
അത്തരം ഒരു ഏൻഷ്യന്റ് ആയിട്ടുള്ള മന്ദിരം മിഡീവൽ കാലഘട്ടത്തിലുള്ള അയക്കം ചെന്ന ഒരു മന്ദിരം പൊളിക്കുന്നത് അദ്ദേഹത്തിനോട് യോജിപ്പില്ല. പക്ഷെ അത് സംഭവിച്ചു എന്നുള്ളതാണ്. അത് അതിക്രമം അദ്ദേഹത്തിന് പിന്നെ എതിരഭിപ്രായമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെ ആ പള്ളി മാറ്റി മറ്റെവിടെയെങ്കിലും സ്ഥാപിക്കാമായിരുന്നു. അദ്ദേഹം അങ്ങനെ 2 ക്ഷേത്രങ്ങൾ അങ്ങനെ അദ്ദേഹം മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. പൊളിച്ചതിനോട് അദ്ദേഹത്തിന് യോജിപ്പില്ല. മനസ്സിലായില്ലേ? അപ്പം ഇപ്പൊ അവിടെ ഉണ്ടാകാൻ പോകുന്നത് രാമക്ഷേത്രമാണ്. മുമ്പ് അത് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, ഒരു വൈഷ്ണവ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ രാമക്ഷേത്രം എന്നുള്ള ശിലാഫലവും കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പൊ നമുക്ക് സംശയമുണ്ട്. നമ്മൾ സയന്റിഫിക് ആയിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. അതിന് ആ രീതിയിൽ അത് കാണാതെ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം എടുത്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത് സമഗ്രമല്ല. അത് തന്നെയാണ് മറ്റുള്ളവരും ചെയ്തത്. പിന്നെ ഗുരുമൂർത്തി പറഞ്ഞതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇസ്ലാം അവിടെ എന്തോ പിന്നെ എന്താ മറ്റു മതങ്ങളൊക്കെ ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നല്ലത് അതെന്ന് വെച്ചാൽ ഇപ്പം നാരായണ ഗുരു നമ്മുടെ നാട്ടിൽ മുമ്പിടെ ഒരുപാട് ലോക്കൽ ദൈവങ്ങളുണ്ടായിരുന്നു. പക്ഷേ നാരായണ ഗുരുവാണ് ഇന്ന് കാണുന്ന ഇത് ഈഴവ സമുദായത്തിൽ റിഫോം മൂവ്മെന്റ് കൊണ്ടുവരികയും വൈദിക സംസ്കാരവുമായിട്ട് അതിനെ അടുപ്പിക്കുകയും നമ്മൾ പറയുന്ന പോലെ ശിവൻ അങ്ങനെയുള്ള കൾട്ടുകളെ അത് ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ മുഹമ്മദ് നബിയുടെ കാലഘട്ടം നടന്നത് ഇസ്ലാമിൽ വലിയൊരു അളവ് വരെ ഉള്ളത് ആ മുമ്പുള്ള ആ ട്രഡീഷൻ തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്, കളിച്ചതിലൊക്കെ ആയിട്ട് തന്നെ. അതിൽ പുതിയൊരു വിശ്വാസധാര അള്ളാഹു എന്നുള്ള റെവലേഷൻസ് എന്ന രീതിയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം വരുന്നത്. ഇപ്പൊ നാരായണ ഗുരു എങ്ങനെയായിരുന്നു പിന്നെ വൈദിക ദർശനങ്ങൾ മുന്നോട്ട് വെച്ചത്? അത് നമ്മൾ ഇപ്പൊ ഇസ്ലാമിക് തന്നെ പിന്നെ തിയോളജി മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന അവർക്ക് ഇന്ത്യക്കാർ നല്ല വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. നമ്മുടെ ഉപനിഷത്ത് ദർശനങ്ങളെല്ലാം തന്നെ വളരെ അധികം സാമ്യങ്ങൾ, ഏകത്വം എന്നുള്ള കോൺസെപ്റ്റും ഒക്കെ ആയിട്ട് നല്ല അദ്വൈതവുമായിട്ട് ബന്ധപ്പെട്ട സാദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇസ്ലാമിൽ കാണാൻ പറ്റും. ഈ ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നതാണ്. അപ്പൊ നാരായണ ഗുരുവിന് എങ്ങനെയാണോ പിന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ എന്താണ് വേദാന്ത ഫിലോസഫി സ്വാധീനിച്ചിട്ടുള്ളത്, അതേപോലെ മുഹമ്മദ് നബിയെ ചുറ്റുപാടുള്ള ഫിലോസഫി അദ്ദേഹം സ്വാധീനിച്ചു. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ അവകാശപ്പെടുന്ന മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അത് ദൈവികമായ വചനം എന്നാണ്. ആ വിശ്വാസത്തെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. അത് ആ രീതിയിലുള്ള അവിടെ ഉണ്ടായിട്ടുള്ള ഒരു റിഫോം മൂവ്മെന്റ് ആണ്. അത് ആ രീതിയിൽ കണ്ടാൽ മതി. പിന്നെ ഇങ്ങോട്ട് വരുന്ന ആ കാലഘട്ടത്തിൽ മധ്യകാലഘട്ടത്തിൽ ഈ പൊതുവേ ഉള്ള നമ്മളെ എതിർക്കുന്ന ആളുകളുടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക, പള്ളികൾ നശിപ്പിക്കുക. ഇപ്പൊ ഇവിടെ മാത്രം സാന്റാ സോഫിയയുടെ കാര്യം അറിയാലോ, പിന്നെ ആഗിയ സോഫിയയുടെ കാര്യം. അത് ആ കാലഘട്ടത്തിൽ ഒരു രീതിയെ നമ്മൾ ഈ രീതിയിലുള്ള ഒരു സഹിഷ്ണുതയും ജനാധിപത്യ ബോധവും ഒന്നും വളരാത്തൊരു കാലഘട്ടമാണ്. ഇപ്പം നമ്മൾ രാജരാജ ചോളൻ ശ്രീലങ്ക പോയി ശ്രീലങ്കയിൽ പിന്നെ രാജാവിനെ ആക്രമിച്ച സമയത്ത് അവിടുത്തെ രാജാവിന്റെ കയ്യിലുണ്ടായ വിഗ്രഹം അദ്ദേഹം തട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാല രാജാവാണ് നമ്മുടെ ബുദ്ധന്റെ കാലഘട്ടത്തിന്റെ ഒരു പിന്നെ ബുദ്ധന് എന്താണ് ഇപ്പൊ ജ്ഞാനോദയം കിട്ടിയെന്ന് പറഞ്ഞാൽ ബോധിവൃക്ഷം വെട്ടിമുറിച്ചത്. അതുപോലെ ചില രാജാക്കന്മാരുടെ അണ്ടറിൽ ഈ ആരാധനാലയങ്ങൾ കൊള്ള ചെയ്യാനുള്ള ഈ പറഞ്ഞ പോലെയുള്ള വകുപ്പുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ചില മുസ്ലിം രാജാക്കന്മാരുടെ സമയത്ത് ഖൈബ, മുസ്ലിങ്ങൾ ഏറ്റവും പുണ്യമായ സ്ഥലം, ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഓരോരോ കാലഘട്ടത്തിൽ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് നമ്മുടെ ആധുനിക കാലഘട്ടമായിട്ട് അത് ജനാധിപത്യ മതനിരപേക്ഷ ആധുനിക സഹിഷ്ണുതയിൽ അധിഷ്ഠിതമായ ആധുനിക കാലഘട്ടം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചരിത്രത്തിന്റെ എന്താ ഈ മുഹമ്മദൊക്കെ തന്നെ പറയുന്ന പോലെ അതിന്റെ ചരിത്രത്തിനുള്ള ഒരു വളരെ എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്വഭാവമുണ്ട്. അതിനെ കാണാതിരിക്കുക, അങ്ങനെ കാണാതിരിക്കണ്ട. അതിന് ആ രീതിയിൽ പഠിക്കുക, യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുക, സത്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക, അതാണ് വേണ്ടത്. അങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ചരിത്രകാരന്മാർക്ക് ഒരു വീഴ്ച അതിൽ വന്നു. അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ആർക്കിയോളജിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ഡയറക്റ്റ്ലി അണ്ടർ ഗവൺമെന്റ് ആയതുകൊണ്ട് അവർക്ക് പുറത്തു വന്ന് അധികം സംസാരിക്കണമെന്ന് പറ്റില്ല. അപ്പം ഇത് ഹിസ്റ്റോറിയൻസിലൂടെയാണ് പൊതുവെ ലോകം പറയുന്നത്. അപ്പൊ ആ സന്ദർഭത്തിൽ ഓരോ എക്സ്കവേഷൻസിന്റെ റിസൾട്ട് പുറത്തു കൊണ്ടുവരാനും അങ്ങനെ ഈ ടെൻസ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഇല്ലാതാക്കാനുള്ള ശ്രമം ഉണ്ടാണ്ടിയിരുന്നു. അത് ആ രീതി ഉണ്ടായിട്ടില്ല എന്നുള്ള പരാതി എനിക്കുണ്ട്.